പാറുക്കുട്ടിക്ക് തൻ്റെ വൈഷമ്യങ്ങളുടെ കാരണമറിയാം. താൻ മൂന്നാമതും ഗർഭിണിയായിരിക്കുന്നു. പരമേട്ടൻ്റെ കുട്ടിയാണ് തൻ്റേത്. പക്ഷേ അത് താൻ പറഞ്ഞാൽ അദ്ദേഹം അത് വിശ്വസിക്കുമോ? താൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. പരമേട്ടൻ്റെ കാര്യവും മറുത്തല്ല. തങ്ങളുടെ ജീവിതം ഇരുൾ മൂടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവൾ കരഞ്ഞു തളർന്നുറങ്ങുന്ന മക്കളെ നോക്കി. കണ്ണൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകുമോ? നങ്ങ ദീപം തെളിച്ച് പുറത്തേക്ക് വരുന്നതും നോക്കി മാധവൻ പൂമുഖത്തിരുന്നിരുന്നു. പാറു എവിടെയായിരിക്കും? താനവളെ ഇന്നു കണ്ടതേയില്ല. അയാൾ തൻ്റെ മുൻപിലുള്ള കണക്കു പുസ്തകത്തിൻ്റെ പേജുകൾ മറിച്ചുകൊണ്ടിരുന്നു അലക്ഷ്യതയോടെ. കണക്കു കൂട്ടുംതോറും തെറ്റിവരുന്ന സംഖ്യകൾ, പിഴവുകൾ ധാരാളമായി വരുന്നു. അയാൾ പുരികം ചൊളിച്ച് ചുറ്റുപാടും മിഴികൾ പായിച്ചു. അതിനുശേഷം ഓപ്പോളിനെ നോക്കി. ഓപ്പോളെ, പാറുവിനെ ഒന്നിങ്ങട് വിടുക. അല്പം ഈർഷ്യയോടെ അയാളത് പറയുമ്പോൾ പരിസരം പോലും മറന്നു. ശങ്കുനായർ ഇരുന്നിടത്തു നിന്നും അറിയാതെ എണീറ്റ് നങ്ങയോട് അല്പം ദേഷ്യത്തോടെ, ഇങ്ങനെ പുറത്തു കേൾക്കാനും പാകത്തിന് വിളിക്കാനും പറയാനുമൊക്കെ ആയോ? ഓനെ എന്തേ നൊസ് പിടിച്ചോ? ആ ചെക്കൻ പരമൻ ഇവിടെ ഉണ്ടെന്ന് ഓനറിയാലോ. ഇതിനൊക്കെ അല്പം പദപാകത വേണ്ടേ? നങ്ങ പുരികം ചൊളിച്ച ഭർത്താവിനെ നോക്കി. ഇതാപ്പോൾ നന്നായത്. പാറും ഓനും കൂടി വേണ്ടിയിട്ടല്ലേ? ഓനെ ഓളെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ ഇപ്പോൾ തെറ്റൊന്നും പറയാനും പറ്റില്ല. നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ ഇതൊക്കെ. നങ്ങ ദീപം കാട്ടിയിട്ട് മെല്ലെ പാറുവിൻ്റെ മുറിയിലേക്ക് കയറി. ഒരു വശത്തേക്ക് ചരിഞ്ഞ് തളർന്നു കിടക്കുകയാണ് പാറു. അപ്പുറത്ത് വശത്തെ 2 കുട്ടികളും കിടക്കുന്നുണ്ട്. നങ്ങ പാറുവിൻ്റെ മേലെ കൈവച്ച് കുലുക്കി ഉണർത്തി. എന്താ എൻ്റെ കുട്ടിയെ എന്നെൻ്റെ വിചാരം? നിനക്കെൻ്റെ സുഖമില്ലേ? പനിയുണ്ടോ? പാറു എണീറ്റു. എൻ്റെ കുട്ടി ഒന്ന് വന്ന് മാധവൻ്റെ അടുത്ത് പോയി നോക്ക്. ഓൻ നിന്നെ അന്വേഷിക്കണുണ്ട്. പരമേട്ടൻ എവിടെയാ അമ്മ? ഓനതാ തൊടിയിൽ അല്പം നാളികേരം പൊളിക്കണം. അമ്മയുടെ ശബ്ദത്തെ തനിക്ക് ധിക്കരിക്കുവാൻ അറിഞ്ഞുകൂടാ. തന്നെ എപ്പോഴും വളരെ ശ്രദ്ധയോടെ, അതിലുപരി സ്നേഹത്തോടെ കാണുന്ന ഈ അമ്മയെ അനുസരിക്കാതിരിക്കാൻ തനിക്ക് കഴിയില്ല. അവൾ തൻ്റെ കഴുകി ഉണക്കി വെച്ച തുണികൾ കൈത്തണ്ടയിലേക്കിട്ട കുളിമുറിയിലേക്ക് നടന്നു. ശിരസ്സു നനഞ്ഞിറങ്ങിയ വെള്ളത്തുള്ളികൾ അവളുടെ ശരീരത്തിൻ്റെ ആലസ്യത്തിലേക്ക് ഉണർവോടെ ഒഴുകിയിറങ്ങി. ഒപ്പം നിറഞ്ഞ മിഴികളിൽ നിന്ന് അടർന്നു വീണ കണ്ണീർത്തുള്ളികൾ ആരും അറിയാതെ വെള്ളത്തിൽ അലിഞ്ഞു. മിഴികളിൽ ഇരുട്ട് വീഴുന്നുണ്ട്. നീണ്ട മുടികളെ ഈറൻ തഴുകി തലോടി. പരമേട്ടൻ പറയുന്നത് പോലെ തൻ്റെ മുടികളിൽ നിന്നും ഈറൻ പോകാൻ വളരെ താമസമാണെന്ന്. ഇറ്റിറ്റു വീഴുന്ന മുടിത്തുമ്പിലുള്ള വെള്ളത്തുള്ളികൾ അല്പം ശകാരത്തോടെ ഇന്നും തുടച്ചിരുന്ന ആൾ തൻ്റെ മുടിയിഴകളിൽ തൊട്ടിട്ട്, എന്തിനേറെ തൻ്റെ ശരീരത്ത് പോലും തൊട്ടിട്ട് നാളുകൾ ഏറെയായിരിക്കുന്നു. ഇങ്ങനെ ഈറൻ തുടച്ചില്ലെങ്കിലേ കണ്ണീര് തോരില്ല കേട്ടോ എന്നു ശകാരിക്കാറുള്ള തൻ്റെ പരമേട്ടൻ ഇന്ന് തന്നെ നോക്കാറില്ല. തികട്ടി വന്ന തേങ്ങൽ അവൾ അമർത്തിപ്പിടിച്ച് മുറിയിലേക്ക് പോയി.